കാൽനട യാത്രക്കാർക്ക് കൂടിയുള്ള നഗരമായി ദുബായ് മാറുന്നു. ദുബായ് നഗരത്തിൽ എവിടേക്കും കാൽനടയായി എത്താവുന്ന വൻ പദ്ധതി ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. ദുബായ് വാക്ക് എന്ന പേരിലുള്ള പദ്ധതിയിൽ 3300 കിലോമീറ്റർ നടപ്പാതകളും 110 നടപ്പാലങ്ങളും ഉൾപ്പെടും. കാൽനട യാത്രക്കാർക്ക് കൂടിയുള്ള നഗരമായി ദുബായ് മാറുന്നു. ദുബായ് നഗരത്തിൽ എവിടേക്കും കാൽനടയായി എത്താവുന്ന വൻ പദ്ധതി ഭരണാധികാരി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. ദുബായ് വാക്ക് എന്ന പേരിലുള്ള പദ്ധതിയിൽ 3300 കിലോമീറ്റർ നടപ്പാതകളും 1110 നടപ്പാലങ്ങളും ഉൾപ്പെടും. ദുബായ് നഗരം മുഴുവൻ കാൽനടയായി കണ്ടു തീർക്കാനുള്ള അവസരമാണ് ദുബായ് വാക്കിലൂടെ ഒരുങ്ങുന്നത്. എമിറേറ്റിനെ കാൽനട സൗഹൃദ നഗരമാക്കാൻ ലക്ഷ്യമിടുന്ന ഈ ബൃഹത് പദ്ധതിയുടെ ഭാഗമായി ഫ്യൂച്ചർ മ്യൂസിയം, വേൾഡ് ട്രേഡ് സെന്റർ, എമിറേറ്റ്സ് ടവേഴ്സ്, DFC, മെട്രോ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് നടന്നു പോകാൻ കഴിയുന്ന ഇടനാഴികളും 2 കിലോമീറ്റർ നീളമുള്ള നടപ്പാലവും നിർമ്മിക്കും. ഏത് കാലാവസ്ഥയിലും നടന്നു പോകാൻ കഴിയുന്ന വിധം അന്തരീക്ഷ നിയന്ത്രിത സംവിധാനമുള്ളതായിരിക്കും ഇടനാഴികൾ. പഴയകാല കാഴ്ചകൾ നടന്നു കാണാൻ സൗകര്യമുള്ള വിധം 15 കിലോമീറ്റർ നടപ്പാതയാണ് അൽറാസിൽ നിർമ്മിക്കുക. കോർണിഷിനോട് അഭിമുഖമായും ഈ പാത കടന്നു പോകും. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ അൽബർഷ ടു, ഗവനീജ് ടു, മിസ്സാർ എന്നിവിടങ്ങളിൽ നടപ്പാതകൾ ഒരുങ്ങും. പിന്നീട് അത് 160 താമസ മേഖലകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും. പുതിയ 3300 കിലോമീറ്റർ നടപ്പാതകൾക്ക് പുറമെ 2040-നകം 2300 കിലോമീറ്റർ നടപ്പാത നവീകരിച്ച് പരസ്പരം ബന്ധിപ്പിക്കുന്ന 6500 കിലോമീറ്റർ കാൽനട യാത്രാ സൗകര്യമാണ് ദുബായ് ലക്ഷ്യമിടുന്നത്. ജനം, ദുബായ്.